What's up guys? Welcome back to our channel. ഓക്കെ, എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എല്ലാവരോടും പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മുടെ ലാവ്സ് റോസ്റ്റും കാര്യങ്ങളും ചെയ്തതെന്ന്. സോ അതിൻ്റെ വീഡിയോ ആണിന്ന്. സോ എല്ലാവരും ആ സ്റ്റെപ്പും കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ചെയ്യുക, ഓർണം പോലും വിടാതെ. അത് മാത്രമല്ല നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ് അടിച്ച് പൊട്ടിക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. നമ്മൾ ആദ്യം തന്നെ ഇപ്പം ക്രിയേറ്റ് എന്നുള്ളൊരു ബട്ടൺ കൊടുക്കണം. ഓക്കെ, നമ്മളിവിടെ ക്രിയേറ്റ് എന്നുള്ള ഒരു ബട്ടൺ കൊടുക്കുകയാണ്. അപ്പോൾ അവിടെ ജാവ എഡിഷൻ ബെഡ്റോക്ക് എഡിഷൻ എന്ന് പറഞ്ഞ് കാണും. നമ്മൾ അതിനകത്ത് ഏതെടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബെഡ്റോക്ക് എഡിഷൻ ആയാലും പോക്കറ്റ് എഡിഷൻ ആയാലും ജാവ എഡിഷൻ തന്നെ കൊടുക്കുക. പേരും ഇതൊക്കെ പിന്നെ മാറ്റാവുന്നതാണ്. പിന്നെ അത്തർനൗസിൻ്റെ ലോഗോ ഇല്ലേ, അത് നമ്മുടെ ജാവ എഡിഷനിൽ സെർവറിൻ്റെ ലോഗോ ആയിട്ട് കാണിക്കണതാണ്. പിന്നെ ഇവിടെ കളറൊക്കെ വരുത്താം, ഇത് പിന്നെയും മാറ്റാമെന്നൊക്കെ ഉള്ളു. ഇത് ഞാൻ ടെസ്റ്റിന് വേണ്ടി ഉണ്ടാക്കുന്ന സെർവറാണ്. ഓക്കെ, ഇവിടെ ഞാനിപ്പം തൽക്കാലം എന്തെങ്കിലും ഇഷ്ടം കൊടുക്കാം നമുക്ക്. ഓക്കെ, കണ്ടോ ഇവിടെ പിടിക്കുകയാണെങ്കിൽ ഇപ്പോൾ കളർ മാറും. ഓക്കെ, ഇവിടെ 5 എന്നൊക്കെ എഴുതി ഒരു കളറിൻ്റെ ഒരു ടൈപ്പായിട്ടാണ്. ഇതിവിടെ സേവ് ചെയ്യാം, കണ്ട. ഓക്കെ, എന്തായാലും ക്രിയേറ്റ് ചെയ്യാം, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം വാനില എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ടോ, അവിടെ പിടിക്കണം. അവിടെ പിടിച്ചിട്ട് പേപ്പർ ബുക്കിച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, 4 പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ട് അതെടുക്കുക. അതെടുക്കുമ്പോൾ വേർഷൻ പറയാം, വേർഷൻ 1.19.4 എടുക്കുക. ഓക്കെ, മറ്റേതൊന്നും വലിയതായിട്ട് വർക്കാവുന്നില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പേപ്പർ എംസി എന്ന് പറഞ്ഞാണെങ്കിൽ അതവിടെ ഡൗൺലോഡിൻ്റെ ചിഹ്നത്തെ അവിടെ പിടിക്കുക. ഓക്കെ, അപ്പോൾ റീഇൻസ്റ്റാൾ കൊടുക്കുക. ഓക്കെ, ഇനി നമ്മൾ നേരെ നമ്മുടെ ഹോമിലോട്ട് തന്നെ പോകണമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്ലഗിൻസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ആദ്യം എസൻഷ്യൽ എന്ന് പറഞ്ഞൊരു ഇത് കാണും, അവിടെ അത് ക്ലിക്ക് ചെയ്യുക. ആദ്യം അതിനകത്ത് ലേറ്റസ്റ്റ് വേർഷൻ എടുക്കുക, അത് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അടുത്ത് നിങ്ങൾ വിയ എന്ന് പറഞ്ഞ ഒരു സംഭവം വിയ എന്ന് അടിച്ചു കൊടുത്താൽ മതി, വേറൊന്നും ചെയ്യേണ്ട. വിയ എന്ന് ഞാനിപ്പോൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർച്ച് ബട്ടൺ പിടിക്കാം. ഓക്കെ, അതൊന്നുകൂടെ ഡൗൺലോഡ് അങ്ങനെ കാണിക്കും. അത് കുറേ പ്ലഗിൻസ് ഉണ്ട്. സോ അതിൻ്റെയും കൂടെ ഒരു ഇതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ അടുത്തെടുക്കുകയാണ്. വിയ എന്ന് പറഞ്ഞിട്ട് വിയൻ്റെ കുറേ വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് വേണ്ട 2 കാര്യങ്ങൾ. ആദ്യം വിയ വേർഷൻ, അലോ ന്യൂവർ വേർഷൻ ടു കണക്ട് വൈൽ യൂസ് പ്ലെയർ ആഫ്റ്റർ എ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്, അതെടുക്കുക. അതെടുത്തിട്ട് അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇതിവിടെ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. ഇനി ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് ഇവരുടെ തന്നെയായിട്ട് വിയ ബാക്ക്വേഡ്സ് എടുക്കണം. ഓക്കെ, വിയ ബാക്ക്വേഡ്സ് എന്ന് വെച്ചാൽ പണ്ടത്തെ വേർഷനെ ആലോചിക്കുന്നൊരിതാണ്. ഓക്കെ, അതെ. ഇപ്പോൾ ഇവിടെ വിയ ബാക്ക്വേഡ്സ് അതിൽ ഓൾഡർ സൈലൻറ്റ് ടു കണക്ട് ടു ന്യൂവർ സെർവർ, അതും ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, ഇത് ഇനി നമ്മൾ ഡൗൺലോഡ് ബട്ടൺ പിടിക്കുക. ഒന്നുകൂടെ പിടിക്കാം നമുക്ക്. അതേ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സെർച്ച് ബട്ടൺ എടുക്കുക. സെർച്ച് ബട്ടൺ എടുത്തിട്ട് അടുത്ത ഗൈസർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ഗൈസറാണ് മെയിനായിട്ട് വേണ്ടത്. എന്ന് വെച്ചാൽ ജാവ എഡിഷനും ബെഡ്റോക്ക് എഡിഷനും ക്രോസ് പ്ലേ ചെയ്യാൻ ഗൈസറാണ് ഹെൽപ്പ് ചെയ്യണത്. ഇതേവിടെ ഗൈസർ എംസ് എന്ന് കാണാം. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് ജാവ എഡിഷൻ എടുക്കാൻ പറഞ്ഞത്. കാരണം വെച്ചാൽ ബെഡ്റോക്ക് എഡിഷൻ സെർവറിൽ ജാവ എഡിഷൻകാർക്ക് കയറാൻ പറ്റില്ല, പക്ഷേ ജാവ എഡിഷൻകാരുടെ സെർവറിൽ ബെഡ്റോക്ക് എഡിഷൻ കയറാം. അതിനാണ് ഈ ഒരു സോഫ്റ്റ്വെയർ വന്നേക്കണം. അതുകൊണ്ടാണ് ആദ്യം ജാവ എഡിഷൻ എടുക്കാൻ പറഞ്ഞത്. ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യണം. ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ആദ്യം ഒന്നുകൂടെ ഡൗൺലോഡ് ചെയ്യും. ഡൗൺലോഡ് ചെയ്യാൻ ചിഹ്നം കാണിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബാക്ക് അടിക്കണം. ബാക്ക് എടുത്തിട്ട് ഗൈസറിൻ്റെ തന്നെയായിട്ടുള്ള കുറേ ഉണ്ട്. അതിനകത്ത് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ കൈസർ സ്കിൻ മാനേജർ ഉണ്ട്, അതെടുക്കുക. അതും കൂടെ ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ന്യൂവസ്റ്റ് വേർഷൻ
റിക്യൂർഡ് ഡിപ്പെൻഡൻസിൽ നമ്മൾ ഗൈസറംസിനെ റിക്യൂർഡായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ അത് വേണം എന്നുള്ളൊരു ഇതിനകത്ത് കൊടുത്തേക്കാണ്. അതെടുക്കുക. അത് ഒന്നുകൂടെ ഡൗൺലോഡ് പിടിക്കുക. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് നേരെ പോകേണ്ട നമ്മുടെ സെർവേഴ്സിലോട്ടാണ്. ഓക്കെ, പക്ഷേ അതിന് കാര്യം പറയാൻ പറഞ്ഞു. അത്രനോസിൻ്റെ ലോജിക്ക് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത്രനോസ് 6 മിനിറ്റ് കൗണ്ട് ഡൗൺ കിട്ടും. അതിന് മുമ്പ് ഏതെങ്കിലും പ്ലെയർ ഇല്ലെങ്കിൽ സെർവർ ഓഫ് ആവും, അല്ലെങ്കിൽ ഓണായിട്ട് തന്നെ നടക്കും. പിന്നെ ആ സെർവറിലുള്ള ഒരു പ്ലെയർ പോയാൽ പിന്നെ ഒന്നും കൂടെ തന്നെ അങ്ങനെ ആവും. സെർവർ കൗണ്ട് ഡൗൺ തുടങ്ങും, ആരും ഇല്ലെങ്കിൽ പോകും. അപ്പോൾ അതിനു വേണ്ടി ഒരു AFK ബോട്ടുണ്ട്. നമുക്ക് ചെയ്യാം. സെറ്റിങ്സ് എന്ന് വെച്ചാൽ അവിടെ അടിച്ചോട്ടാം. സോ ഇവിടെയല്ല, അവിടെ ഒരു അടിച്ചോട്ടം കണ്ടോ. ഇതെടുക്കുക. ഇതെടുത്തിട്ട് പിന്നെ ഇനി ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. പിന്നെ ഇതൊക്കെ മാറ്റാം നിങ്ങൾക്ക്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇവിടെ ഇപ്പോൾ സർവൈവലുണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. സ്ലോട്ട്സൊക്കെ കൂട്ടാം. ഇവിടെ നിങ്ങൾക്ക് ക്രാങ്ക്ഡ് എന്ന് പറഞ്ഞ് കാണാം, അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്യുക. അത് കാര്യം എന്ന് വെച്ചത് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം പാളീസാവും. ഓക്കെ, ഇവിടെ കറക്റ്റ് ചെറുതായിട്ടൊന്ന് ലോഡ് ചെയ്യട്ടെ. ഓക്കെ, ഇത് നമ്മൾ ക്രാക്ക്ഡ് ഇപ്പം ഇത് എനേബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാം. ഓക്കെ, ഇവിടെ നെതർ അലോ ട്രൂ ഒക്കെ കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്രാക്ക്ഡ് ഇപ്പോൾ നമ്മൾ മറ്റേ ഇത് കൊടുത്തിട്ടുണ്ട്, എനേബിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ക്രാക്ക്ഡ് എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഓൺലൈൻ മോഡ് ഫോൾസ് ആവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ. പിന്നെ ഇനി നമുക്ക് നേരെ ചെയ്യാനുള്ളത് നമ്മുടെ AFK ബോട്ടിനെ ആഡ് ചെയ്യണം. അതിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട്. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മറ്റേ സൈറ്റിൻ്റെ പേര് റിഫ്ലക്റ്റ് എന്നാണ്. നേരെ എടുക്കുക റിഫ്ലക്റ്റ് എന്ന്. അപ്പം ഞാൻ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ വർക്കാവില്ല. കുറച്ച് നേരത്തെ അതിൻ്റെ AFK ബോട്ട് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാതാണ്. ഓക്കെ, ഇപ്പം സെർച്ച് ആൻഡ് റൺ കമാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതെടുക്കുക. ഓക്കെ, ചെറുതായിട്ട് ലോഡ് പിടിക്കും. കുറച്ച് നമ്മുടെ നെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വൈഫൈ ആണ് എടുക്കണേ. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് മൈൻക്രാഫ്റ്റ് ബോട്ട് എന്നടിക്കുക. മൈൻക്രാഫ്റ്റ് ബോട്ട് ഇവിടെ ഓൾറെഡി ബോട്ടുണ്ട്. അതല്ല, അത് ഞാൻ ടെസ്റ്റിന് വേണ്ടി ചെയ്തതാണ്, പക്ഷെ ഒന്നും വർക്കായിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ നമ്മൾ അടിച്ച് വന്നില്ല എന്ന് തോന്നുന്നു. നമ്മൾ അടിക്കാം. വന്നില്ലേ? ഓക്കെ, ഇവിടെ വന്നു എന്ന് തോന്നണേ. ഓക്കെ, മൈൻക്രാഫ്റ്റ് കുറേ ഉണ്ട്. ഞാൻ തെറ്റടിച്ചുകൊണ്ടായിരിക്കും ഞാൻ ചെയ്ത്. കൃത്യമായിട്ട് മൈൻക്രാഫ്റ്റ് എന്ന് അടിക്കാം. MI ബോട്ട് എന്നാണ് ഞാൻ അടിച്ചത്. മൈൻക്രാഫ്റ്റ് ബോട്ട്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ നമുക്ക് കുറേ വേണം. ഇവിടെ ഒരു പൂച്ച എന്താ ഫോണൊക്കെ നമ്മളൊന്നും കൊണ്ടിരിക്കണല്ലേ, അവൻ എടുക്കുക. ഏത് പൂച്ചയാണ്? കണ്ട പൂച്ചയാണ്, എന്തോ ഒരു പൂച്ചയാണ് അവൻ. ഓക്കെ, ആ പൂച്ചനെ എടുക്കുക. ആ പൂച്ചനെ എടുക്കുമ്പോൾ ഫോർക്ക് ആൻഡ് റപ്പിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഇവിടെ മൈൻക്രാഫ്റ്റ് AFK ബോട്ട് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, ഞാനിപ്പം ഇവിടെ ഫോർക്ക് ആൻഡ് റപ്പിൾ എന്ന് കൊടുക്കുക. ഫോർക്ക് ആൻഡ് റപ്പിൾ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് നേരം എടുക്കുമായിരിക്കും, അതിൽ പെട്ടെന്ന് പോകും. ഓക്കെ, എനിക്ക് കുറച്ച് നേരം താല്പര്യം എടുക്കും. അതെ, ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്നും ലോഡാകട്ടെ. ഓക്കെ, ഞാൻ അതിപ്പോൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റുക. ഇവിടെ കൺസോളൊക്കെ ഉണ്ടായിരിക്കും. കൺസോളില്ല, നമുക്കിനി ഫയൽസ് എടുക്കുക. ഫൈൻ്റെ ഫയലിൽ എടുക്കുക. സെറ്റിങ്സ് JSON ഉണ്ട്, അതെടുക്കുക. സെറ്റിംഗ് JSON എടുക്കുമ്പോഴേക്കും നിങ്ങൾക്ക് കുറേ കാണാം. അതിനകത്ത് IP എന്ന് പറഞ്ഞിട്ട് മൈൻഫോർട്ടിൻ്റെ .com എന്നൊക്കെ എഴുതിയുണ്ട്. അത് പഠിക്കുക. അത് ഫുള്ള് കളയുക. ഓക്കെ, അത് കളയുക. ഓക്കെ, അത് കളയുന്ന. ഇനി പോയിട്ട് നമ്മുടെ അത്തർനോസ് എടുക്കുക. നമ്മുടെ അത്തർനോസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ മറ്റേ അഡ്വൈസ്മെൻറ്റ് ചോദിക്കുമോ? ചോദിച്ചില്ല അഡ്വൈസ്മെൻറ്റ്. ഞാൻ മറ്റേ ഷോർട്ട് വീഡിയോ ഇല്ലല്ലോ. ഓക്കെ, നമ്മൾ ആദ്യം തന്നെ കണക്റ്റ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു പോർട്ട് കാണും. അതിങ്ങനെ കോപ്പി ചെയ്യുക. ആ പോർട്ട് കോപ്പി അടിക്കുക. ഓക്കെ അടിക്കുക. ഓക്കെ, ഇനി കണക്റ്റ് അല്ല, ഇനി നമ്മുടെ മണ്ടക്കയിൽ റെങ്കോക്കു 600 അത്രനോസ്.me എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. ആ പോർട്ട് ഇപ്പോൾ ഒരുമിച്ച് വരാത്ത അതും കോപ്പി അടിക്കുക. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാവണം കേട്ടോ. സ്റ്റാർട്ടായില്ലെങ്കിൽ ബോട്ട്
കയറില്ല. ഓക്കെ, സ്റ്റാർട്ട് ആവണമെന്നും കൂടെ നോക്കണം. ഇതിവിടെ ഞാനിപ്പം ആ ഒരു IP കോളത്തിൽ നിങ്ങൾ പോയിട്ട് ആ ഒരു നേരത്തെ അടിച്ചത് അടിക്കുക. ഇവിടെ ആ ഒരു പോർട്ടില്ലേ, ആ പോർട്ടിൻ്റെ സെക്ഷനിൽ മറ്റ് പോർട്ട് അടിക്കുക. ഇതാണെന്ന് തോന്നുന്നു ആ പോർട്ട്, അത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇത് റൺ ചെയ്യണം. പക്ഷെ അതൊന്ന് വരട്ടെ. ഓക്കെ, അതൊന്ന് വരട്ടെ. ഒയ്യോ വേണ്ടി. ഓക്കെ അത് വരണേ ഉള്ളൂ. അതിൻ്റെ ആ പ്ലഗിൻസൊക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് നേരം എടുക്കും, അതെല്ലാം ഒന്ന് ബ്രൈറ്ററാകാൻ. ഓക്കെ, ഞാൻ പിന്നെ അവസാനം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം എങ്ങനെയാണ് കണക്റ്റൊക്കെ ചെയ്യേണ്ടതെന്ന്. അത് മറ്റേ ഇതിനകത്തോട്ട് ജാവയിലോട്ടും ബെഡ്റോക്കിലോട്ടും ഓക്കെ കാണിച്ചു തരാൻ സമയമില്ല കേട്ടോ. നമുക്ക് വേറെ പണികളുണ്ട് കുറേ. ഇവിടെ വന്നേരി പ്രിപ്പയർ ലെവൽ വേൾഡ് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇത് നമ്മുടെ ബോട്ട് സ്ലീപ്പാവും. അതുകൊണ്ട് നമുക്ക് ബോട്ട് നിലനിർത്താൻ വേണ്ടി ഒരു മോണിറ്റർ ചെയ്യണം. അതിനുവേണ്ടിയാണ് അപ് ടൈം റോബോട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ഇവിടെ ഗൈസർ സ്പീക്കോട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇത് മാത്രമല്ല, ഇതിനകത്ത് പ്ലഗിൻസ് ആണ്, എല്ലാം പ്ലഗിൻസും ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കയറ്റിയിട്ട് നിങ്ങളുടെ സെർവറിന് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇതേ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ അതെടുക്കുക, സെറ്റിങ്സ് സ്റ്റേഷൻ. ഓക്കെ, അത് നമ്മൾ സെറ്റ് ഇനി റൺ ഓടിക്കുക. ഇനി വർക്ക് ചെയ്യുന്ന കാണിക്കും. ഞാൻ നേരത്തെ ചെയ്ത വർക്കാവുന്ന അറിയില്ല, എന്നാലും ഇത് വർക്കിംഗ് ആയിരിക്കും. ഓക്കെ, വെബ് വ്യൂവിലോട്ട് പോയി. ആൻഡ് ഫൈനലി അവിടെ ബോട്ട് സർവൈവെന്ന് കാണിച്ചു. ഞാൻ പോയിട്ട് നോക്കാം. ആൻഡ് ഫൈനലി ഇതേ ബോട്ട് വന്നിട്ടുണ്ട്. ഇത് ടിക്ക് മാർക്ക് കാണിച്ചുകൊണ്ട് ഇനി നമ്മൾ പ്ലേയേഴ്സിലൊന്ന് പോയി നോക്കാം. ഇതേ പ്ലേയേഴ്സിൽ AFK ബോട്ട് ഓൺലൈനായിട്ടിരിക്കണത് കണ്ടുവേണമെങ്കിൽ. ഇനി നമുക്ക് നേരെ നമ്മുടെ ഈ ബോട്ടിനെ സ്ലീപ്പ് ആക്കാതിരിക്കാൻ വേണ്ടി ഒരു സംഭവമുണ്ട്, അതും കൂടെ ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് അപ് ടൈം റോബോട്ട് വേണം. അതിന് മുമ്പ് നിങ്ങൾ AFK ബോട്ട് എടുക്കുക. അതെടുത്തിട്ട് ഈ വെബ് വ്യൂവിൽ തന്നെ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രീൻ നിറത്തിൽ ഇത് കണ്ടിരിക്കും, അത് പിടിക്കുക. അവിടെ പിടിക്കുമ്പോൾ ഇവിടെ WR എന്നൊക്കെ പറഞ്ഞ് കാണിക്കും, അതൊന്ന് കോപ്പി ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അപ് ടൈം റോബോട്ടിലോട്ട് പോവുക. ഇതൊക്കെ സൈൻ ചെയ്യണം കേട്ടോ. ഞാൻ നേരത്തെ സൈൻ ചെയ്തതാണ്, പിന്നെ എനിക്ക് സൈൻ ചെയ്ത് കാണിക്കാനും പറ്റില്ല പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ലെങ്ത് കൂടുമെന്നൊരിത്. ഓക്കെ, HTTPS എടുക്കുക. ഇവിടെ ഒരു URL IP എന്തെങ്കിലും അടിക്കാറുണ്ട്, അവിടെ നമ്മുടെ IP ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഫ്രണ്ടിലെ നെയിം ഇഷ്ടമുള്ള കൊടുക്കാം. ഞാനിപ്പോൾ ഓക്കെ എന്ന് കൊടുക്കുകയാണ്. ഇനി ഇവിടെ എവരി 5 മിനിറ്റ്സ് അയക്കണം, 30 സെക്കൻഡ്സ് അയക്കണം. ഇത് മാറില്ലൊരിക്കലും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ കോണ്ടാക്റ്റും സെലക്ട് ചെയ്യുകയാണ്. ക്രിയേറ്റ് മോണിറ്റർ എന്ന് കൊടുക്കുക. ഓക്കെ, മോണിറ്റർ ആസ് ക്രിയേറ്റ് യു ക്യാൻ ക്രിയേറ്റ്. ഓക്കെ, നമ്മുടെ മോണിറ്റർ ക്രിയേറ്റ് ഉണ്ട്. പുതിയ മോണിറ്റർ ഇനി ക്രിയേറ്റും ചെയ്യാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഇവിടെ ഗ്രീൻ കളർ കാണിക്കണം, എല്ലാവരും കണ്ടു കാണിക്കും. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഓക്കെയാണ്. ആൻഡ് നമ്മുടെ സെർവർ ഇനിയിപ്പോൾ 24 hour ഓൺലൈനാണ്. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് എങ്ങനെയൊക്കെയാണ് സെർവറിൽ ജോയിൻ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഇപ്പം തൽക്കാലം ആദ്യം തന്നെ ജാവ എഡിഷൻ്റെ പറഞ്ഞുതരാം. ജാവ എഡിഷൻ്റെ ഇവിടെ തന്നെ കാണും, rengoku.me എന്ന് എഴുതിയിട്ട് നമ്മുടെ പോർട്ട് ഒരുമിച്ച് വരണേ. അല്ലെങ്കിൽ കണക്റ്റിലടിക്കുമ്പോഴും കാണും, കണക്റ്റിലും പോയി നോക്കുക, ചിലപ്പോൾ കണ്ടില്ലെങ്കിൽ. ഇത് കണ്ട് rengoku.me ഇത് കോപ്പി ചെയ്യുക. അത്രയും മതി. പിന്നെ അടിച്ചു കൊടുത്തിട്ട് കയറാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജാവരിശങ്കാരിയാണെങ്കിൽ ഈ മണ്ടക്കെ കണ്ടോ, അത് കോപ്പി ചെയ്യണം. ഈ കാണുന്ന മണ്ടക്കയിലുള്ളത് അത് ഫുള്ള് കോപ്പി ചെയ്യണം. പിന്നെ പോർട്ട് മറ്റേ കണക്റ്റിൽ പോയിട്ട് ഈ പോർട്ട് തന്നെ കണക്ട് ചെയ്യണം. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാമെന്ന് സാധാരണ. പിന്നെ പേര് അത് ഇഷ്ടമുള്ള പോലെ അടിച്ചു കൊടുക്കാം. അത് മറ്റേ ബെഡ്റോക്കിലോ ജാവ എഡിഷനിലായാലും. അപ്പോൾ ഇന്നത്തെ വിടുത്തുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ് അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇറ്റ്സ് മീ നൈറ്റ് ഗെയിമർ. ഐ എം സൈനിങ് ഓഫ്.